എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുമോ, പ്രണയം വിജയിക്കുമോ എന്നുള്ളതാണ് 3 ടാരോട്ട് കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്നത് 3 കാർഡുകളാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല. റെസ്നേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. 7 വാളുകൾ, 7 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത് പ്രണയത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ ആ പ്രണയം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് കളിക്കുന്ന ആളുകളുണ്ട്. പിന്നിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ് മുന്നിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ അപകടം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ പിന്നിൽ നിന്ന് ആക്രമിച്ച് തകർക്കാൻ വേണ്ടി ചിലർ തയ്യാറെടുക്കുന്നു, ചിലർ തയ്യാറായിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് നിങ്ങളിൽ ആദ്യം ആയിട്ടുള്ള ഉദ്യമം. ഏതായാലും നിങ്ങളുടെ പ്രണയം പരീക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പരീക്ഷണത്തിന് ശേഷം വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രണയത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. മനസ്സിലെ ആഗ്രഹങ്ങളും പ്രണയവും വിജയിക്കാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്. അവർ നേരക്ക് വരുന്നില്ല. അവർ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളുടെ ആഗ്രഹത്തെയും മോഹത്തെയും പ്രണയത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളൊന്ന് ചിരിക്കുന്നത് പോലും അവർക്കിഷ്ടമില്ല. അവർ നിങ്ങൾ ചിരിക്കാതെ തകർന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങൾ സത്യസന്ധതയോടെ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. വിജയിക്കാതിരിക്കാൻ നിങ്ങൾക്കാകില്ല. കാരണം വിജയം നിങ്ങൾക്ക് കയ്യിലെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ സത്യസന്ധതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക. പിന്നിൽ നിന്ന് കുത്തുന്നവർ ആദ്യം ആത്മവിശ്വാസത്തെ തകർക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടാരോട്ട് കാർഡാണ്. പുതിയ അവസരങ്ങൾ തേടുന്ന ഒരു വ്യക്തിയെ നമുക്കിതിൽ കാണാം. അതായത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഇത്. ആ വ്യക്തി നിങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും വില മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ബന്ധം ഉണ്ടാകാം ആ വ്യക്തിയെ സംബന്ധിച്ച്. നിങ്ങൾ ആ വ്യക്തിക്ക് പുറകെ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്താൽ ഒരുപാട് അടുത്ത് സഞ്ചരിക്കുമ്പോഴും ആ വ്യക്തി ഇതുവരെ ആ വ്യക്തിയുടെ മനസ്സ് തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കായി ആ വ്യക്തിയുടെ മനസ്സ് തുറന്നു നൽകിയിരിക്കുന്നു. ഒരുപാട് സ്നേഹവും ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നവും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് എത്തുന്നു. ആഗ്രഹങ്ങൾ സാധിക്കുകയും പ്രണയം വിജയിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അത് വിജയിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് എത്തുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സ്ഥിതി വ്യത്യാസമാകുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. നിങ്ങളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി, അല്ലെങ്കിൽ ആ മനസ്സാന്നിധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു. ഇവിടെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിജയസാധ്യതയാണ് കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ പ്രതീക്ഷയില്ലാതെയാണ് ആ വ്യക്തിയെ പ്രണയിച്ചിരുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ വ്യക്തി ഇഷ്ടത്തോടെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വരുന്നു. മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുത്ത നുണകൾ കള്ളമായിരുന്നു, അല്ലെങ്കിൽ അത് തീർത്തും കളവ് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അവസരവും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അങ്ങനെ ആ വ്യക്തി പതുക്കെ പതുക്കെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. പോസിറ്റീവായിട്ട് നിങ്ങളുടെ പ്രണയത്തെ സ്വീകരിക്കുന്നു. മൂന്നാമത്തെ കാർഡ് 7 ഓഫ് കപ്സ് ആണ്. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയൊരു ലോകം നിങ്ങളുടെ മുമ്പിൽ വരുന്നു. പ്രണയം വിജയിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങൾ ആരെയാണോ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തമായ ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ ആ വ്യക്തിയോ നിങ്ങളോ അകപ്പെടുന്നു. ഏത് സ്വീകരിക്കണം, ഏത് തള്ളണം, ഏത് കൊള്ളണം, ഏത് നിരാകരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയും ഏത് തള്ളണം, ഏത് കൊള്ളണം എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്ന, ആരുടെ പ്രണയമാണ് ഏറ്റവും ശരിയെന്ന്, അല്ലെങ്കിൽ ആരാണ് കാപട്യമുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാം. അതായത് സ്നേഹിക്കുമ്പോഴും പ്രണയിക്കുമ്പോഴും പ്രണയം വിജയിക്കാനിരിക്കുമ്പോഴും ഒരു
കൺഫ്യൂഷൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ വ്യക്തികളാകാം, സാഹചര്യമാകാം. എങ്ങനെയായാലും ആത്മവിശ്വാസത്തിനൊടുക്കം നിങ്ങൾ പ്രണയത്തിൽ സമ്പൂർണ്ണമായി വിജയിക്കുന്നു. കാപട്യങ്ങളും ചതിയും വ്യാജമായ വരുത്തി തീർക്കലുകളും എല്ലാം തകരുകയും നിങ്ങൾ പ്രണയത്തിൻ്റെ ലോകത്ത് കൃത്യമായി വിജയിക്കുകയും ചെയ്യും. നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളുടെ പ്രണയത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന കൃത്യമായ ധാരണ, കൃത്യമായ മാനദണ്ഡം അവിടെ പ്രാബല്യത്തിൽ വരുന്നു. നിങ്ങളുടെ മേൽ ചിലർ വ്യാജ ആരോപണങ്ങളും വ്യാജമായ ചില കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയത് വിശ്വസിക്കേണ്ടി വന്ന ആ വ്യക്തി താൻ അറിഞ്ഞത്, തന്നെ അറിയിച്ചത് തെറ്റാണെന്നുള്ള രീതിയിൽ കൃത്യമായി സത്യസന്ധമായി നിങ്ങളെ പ്രണയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ പ്രണയം വിജയിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.